ഹലോ, നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതാരെന്ന് മനസ്സിലാവും. അപ്പോൾ ആൾക്ക് കൂട്ടായിട്ട് ഞാൻ ഒരാളെ കൂടി മേടിച്ചിട്ടുണ്ട്. കണ്ടിട്ട് വല്ല വ്യത്യാസം തോന്നുന്നുണ്ടോ? ഒന്ന് കുട്ടി പേമാക്സ്, ഒന്ന് വലിയ പേമാക്സ്. വലിയ പേമാക്സ് ഒരു മൊബൈൽ സ്റ്റാൻഡ് കൂടിയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഇതൊരു DIY കിറ്റാണ്, ഒരു ഇല്യൂഷൻ വീല്. സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ പ്രാക്ടിക്കൽ നോളജ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടൊരു സാധനം. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഉണ്ടാക്കിയിട്ട് ഡെക്കോറാക്കിയൊക്കെ വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കിടുപിടി സാധനം. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കിറ്റായതുകൊണ്ട് ഇതിന് വേണ്ട A to Z സാധനങ്ങൾ ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ടൊരു ഗ്ലൂവോ സിസേഴ്സോ ഒന്നിൻ്റെ ആവശ്യം ഇതിന് വരുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല, ഒരു 2 മാസം മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എൻഡിങ്ങിൽ ഞാൻ പറയുന്നുണ്ട് താമസിക്കാതെ തന്നെ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ വരുന്നുണ്ടെന്ന്. പക്ഷെ ആ ഒരു താമസിക്കാതെ ഇത്രയും താമസിച്ചാൽ വരുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ. അതാ ശീലം. കൂടുതൽ ഡയലോഗ് അടിച്ച് വെറുപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇത് കാണുമ്പോൾ ഉള്ള ഒരു കോംപ്ലിക്കേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എവിടെയൊക്കെ എന്നുള്ള ആദ്യം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് മാറ്റി തിരിച്ച് വെച്ചൊന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ആ പാർട്ടാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിൽ നിന്ന് തുടങ്ങാം. കാരണം ബേസിൻ്റെ താഴെയായിട്ടായിരിക്കും ബാറ്ററിയുടെ ഹോൾഡറും ബാറ്ററി ആ ഒരു വയറിംഗ് പാർട്ടൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ബേസ് ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ ബാറ്ററിയുടെ ആ ഒരു ഹോൾഡറിനെ അതിന് താഴെ വെക്കാം. അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മോട്ടറിൽ കൊടുത്താൽ തീരുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെയല്ലല്ലോ, നമുക്ക് സ്വിച്ചും കൂടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു പാർട്ട് സ്വിച്ചിൽ കൊടുക്കുക, എന്നിട്ട് അടുത്ത എൻഡിൽ നിന്ന് വേണം മോട്ടറിലോട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാർട്ട് കഴിയും. ഇനി ഈ വീല് സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് വേണമല്ലോ, അല്ല വീലിനെ ഒന്ന് നിർത്താൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് വേണമല്ലോ, അതാണ് ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഹോൾ മെക്കാനിസം വരുന്നത് ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ടാണ്. അതായത് ഫ്രണ്ടിൽ വീല് കറങ്ങും, ബാക്കിൽ ഇതിൻ്റെ ഗിയറുകൾ കറങ്ങുന്ന രീതിയിൽ. അപ്പോൾ സ്റ്റാൻഡിൻ്റെ താഴെയായിട്ട് മോട്ടോറിനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ മെയിൻ പാർട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും സ്വിച്ച് ഇട്ടാൽ, അതായത് ബാറ്ററി ഇട്ടിട്ട് സ്വിച്ച് ഇട്ടാൽ മോട്ടോർ കറങ്ങും ഉറപ്പാണ്. ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, ഇത്രയും ചെയ്തത് വർക്കിംഗ് ആണോ. അല്ല എങ്കിൽ എല്ലാം കഴിയുമ്പോഴത്തേക്ക് നമുക്കിതെല്ലാം മാറ്റി ഒന്നീന്ന് ചെയ്യേണ്ട അവസ്ഥ വരും. അതിനെക്കാട്ടി നല്ലത് ചെയ്യുമ്പോൾ ടെസ്റ്റ് ചെയ്ത് പോകുന്നതെന്നാണ് തോന്നുന്നത്, അല്ലേ? അങ്ങനെയാണ്. ഇപ്പോൾ ബേസും മോട്ടറും സ്റ്റാൻഡിൻ്റെ പരിപാടി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ആ ഗിയറുകൾ വെച്ച് കൊടുക്കാം. ഇതിലൊരു 3 ഗിയർ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മെക്കാനിസം വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഓരോ ഗിയേഴ്സും ഈ 3ഉം കണക്റ്റഡാണ്, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കണക്റ്റഡാണ്. അങ്ങനെ വരുമ്പോൾ മോട്ടർ ഒരു ഗിയറിൽ മാത്രം കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് കറങ്ങുമ്പോൾ ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ തന്നെ കറങ്ങിക്കോളും. അങ്ങനെ ഒരു രീതിയിലെ സെറ്റപ്പാണ് ഇത്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് ബോറടിപ്പിക്കണോ? വേണ്ടല്ലോ അല്ലേ? ഞാനിത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നതിനെക്കാട്ടി നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും. അപ്പോൾ കണ്ടോ. ഗിയറിൻ്റെ പാർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് വീലിനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതായത് 2 വീലും നമ്മൾ തിരിച്ചൊട്ടിക്കുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ കറങ്ങുമ്പോഴത്തേക്കുമാണ് ഇത് 2 ഡയറക്ഷനിലായിട്ട് കറങ്ങുന്നതായിട്ട് തോന്നുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരൊറ്റ കറക്കവേ കറങ്ങുന്നുള്ളൂ. അതായത് ഒരു ഡയറക്ഷനിൽ മാത്രമേ കറങ്ങുന്നോ, 2 വീലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് നമുക്കൊരു ഇല്യൂഷൻ മാതിരി തോന്നുന്നു, അത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് വളരെ അനിവാര്യമായ കാര്യമാണ് ഈ ഒരു സാധനത്തിൽ. ഗിയേഴ്സ് എല്ലാം കറങ്ങുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം, നമ്മൾ വെച്ച വീല് ടൈറ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണം, 2 വീലും ഭയങ്കരമായിട്ട് അടുത്ത് പോവാണ്ട് നോക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് സംഭവമെല്ലാം ഓക്കെ ആയി. ഇനി നമുക്ക് സ്വിച്ച് ഇടാം. കറങ്ങണ കണ്ട എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതിൽ കുറച്ച് കളറൂടെ കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരിക്കും. അല്ലാണ്ട് ഇങ്ങനെ കാണാനും ഭംഗിയാണ്. ഇതൊരു ഡെക്കറാക്കിയൊക്കെ വെക്കാൻ ശരിക്കും നല്ലതാണ്. കുട്ടികൾക്ക്, അതായത് സ്കൂളിലെ കുട്ടികൾക്കൊക്കെ അവർക്കൊരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യാനും നല്ലതാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ ഇതാണ് അതിൻ്റെ ഒരു വർക്കിംഗ് ആയിട്ട് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഗിയറിൻ്റെ വർക്കിംഗ്. എങ്ങനെയുണ്ട്? ശരിക്കും പറഞ്ഞാൽ നമുക്ക് DIY ആയിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ കുറച്ച് പണിയെടുക്കേണ്ടി വരും. ഇത്രയും പണിയെടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതുപോലെ മേടിച്ചു കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.